ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആയിരുന്നു ട്രാൻസ്ജെൻഡർ എന്ന അതിന് കൊടുത്തിരുന്നത്. പക്ഷെ പുതിയ അമെൻമെന്റിലേക്ക് വരുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ചുരുക്കുകയാണ് ചെയ്യുന്നത്. ശരീരത്തിന്റെ അടിസ്ഥാനമാക്കിക്കൊണ്ട്, ശരീരത്തിന്റെ അനാട്ടമി അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇന്റർസെക്സ് മനുഷ്യരെ ട്രാൻസ് ആക്കുന്നു. അത് ഒരു വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ടാണ് അത് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കൾച്ചറൽ ഐഡന്റിറ്റി. അതും പ്രധാനമായിട്ട് 3 ഐഡന്റിറ്റീസിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. ഹിജ്റ, കിന്നര, ജോഗപ്പ, പിന്നെ അറവാണി എന്ന് പറയുന്ന ഒരു കൾച്ചറൽ ഐഡന്റിറ്റിക്കും. ഇത്രയും ഐഡന്റിറ്റി ട്രാൻസ് എന്ന് പറയുന്നതിന്റെ പരിധിയിൽപ്പെടും. അടുത്ത അവർ ഒരു ട്രാൻസ് എന്ന രീതിയിൽ പരിഗണിക്കുന്നത് നിർബന്ധിതമായിട്ട് ലിംഗച്ഛേദനം നടത്തപ്പെട്ട വ്യക്തികൾ, ആരെങ്കിലും പിടിച്ചു കൊണ്ടുപോയിട്ട് ലിംഗച്ഛേദനം നടത്തിയ വ്യക്തികളെയും ട്രാൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതും വളരെ നമുക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റാത്തതും ഏജൻസി ഇല്ലാത്തതും ഒന്നായിട്ട് ജെൻഡറിനെ സ്ഥാപിക്കുന്ന ഒരു യുക്തിയിൽ ട്രാൻസ് എന്ന് പറയുന്ന നിർവചനത്തിന് അപ്പാടെ പരിമിതപ്പെടുത്തുകയും വളരെ ടൈപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കുറേ അധികം വാർമാതുകൾ പിൻപറ്റുന്ന രീതിയിലേക്ക് അതിനെ വഴിതിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു കൺസേൺ. അപ്പോൾ ഈ രീതിയിൽ അടിമുടി മനുഷ്യത്വ വിരുദ്ധവും ഭരണഘടനാപരമായിട്ടുള്ള മൂല്യങ്ങളെ എതിർക്കുന്നതും ആയിട്ടുള്ള ഒരു ബില്ലായിട്ടാണ്, ഒരു അമെൻമെന്റ് ആയിട്ടാണ് പുതിയ ഈ കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെ കേരളത്തിലെ രാജ്യമെമ്പാടുള്ള ക്യൂർ കമ്മ്യൂണിറ്റി കാണുന്നത്. അതുകൊണ്ടാണ് രാജ്യവ്യാപകമായി തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളായിട്ട് ഈ അമെൻമെന്റിനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.